അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾക്ക് വേദിയാകുകയാണ് പാകിസ്ഥാൻ. ഒപ്പം നിരവധി സുരക്ഷാ ആശങ്കകളും എത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ രൂക്ഷമായ സംഘർഷങ്ങൾക്കിടയിലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ശനിയാഴ്ചയാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. സുരക്ഷയ്ക്കായി രാജ്യം മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇസ്ലാമാബാദിനെ ഒരു കോട്ടയായി മാറ്റിയതിനു പുറമെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രതിനിധി സംഘത്തിന് സുരക്ഷയൊരുക്കാൻ പാകിസ്ഥാൻ വ്യോമസേനയുടെ വൻ സന്നാഹമാണ് വിന്യസിച്ചിരിക്കുന്നത്. അയൺ എസ്കോട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളായ F-16, JF-17 തണ്ടർ എന്നിവ ഇറാനിയൻ വിമാനത്തിന് അകമ്പടി സേവിക്കും. ഇതിനു പുറമെ അവാക്സ് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ മുതൽ പേർഷ്യൻ ഗൾഫ് വരെയുള്ള മേഖലയിൽ നിരന്തര നിരീക്ഷണം നടത്തുന്നുണ്ട്. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് ഏപ്രിൽ 8-നുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിനെ തുടർന്നാണ് ഈ സമാധാന ചർച്ചകൾ സാധ്യമാകുന്നതും. US വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കൻ സംഘത്തെ നയിക്കുമ്പോൾ സ്പീക്കർ മുഹമ്മദ് ഗാലിബാഹും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ഇറാൻ പക്ഷത്തുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ തരത്തിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഏകോപനത്തിലൂടെയാണ് പാകിസ്ഥാൻ ഈ വ്യോമസുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നത്.